എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ജപ്പാൻ്റെ ഓട്ടം ശിശിരകാല കാഴ്ചകൾ കാണാം. നമുക്ക് വീടിന് അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഒരു പാർക്ക് എന്ന് വേണേൽ പറയാം. ഒരു ചെറിയൊരു തടാകമുണ്ട്. ഇവിടെ നീരാടുന്ന കുറേ മത്സ്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ഒഴിവ് സമയങ്ങളിൽ എത്തി ഇവിടെ ചിലവഴിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയിൽ എല്ലാ വൃക്ഷങ്ങളുടെയും ഇലകൾ ഏതാണ്ട് ഇനി പൊഴിയാൻ വളരെ കുറച്ചേ ഉള്ളൂ. കുറേയൊക്കെ ഇങ്ങനെ കളർ മാറി നിൽക്കുന്നു. ഇത് മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ആർക്കും വന്ന് എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്കും കുടുംബ സമേതമൊക്കെ വരാവുന്ന ഉല്ലസിക്കാവുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു മഴ നനയാതെ കയറി നിൽക്കാനുള്ള ഒരു ചെറിയ ഹട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ ഇവിടെ ജപ്പാനിലെ പല സ്ഥലങ്ങളിലും ഇവർ മനോഹരമാക്കി വെച്ചിരിക്കുന്നു എന്നത് ജപ്പാനെ സംബന്ധിച്ച് എനിക്കും ഈ 30 വർഷക്കാലത്തെ ഇവിടുത്തെ ജീവിതത്തിൽ ഇവരോട് ഏറ്റവും കൂടുതൽ മതിപ്പ് തോന്നാൻ, സ്നേഹം തോന്നാൻ, ആദരവ് തോന്നാൻ ഇടയാക്കിയ ഒരു കാരണം ഇവർക്ക് ഈ പ്രകൃതിയോടുള്ള ഈ സ്നേഹം. എത്ര മനോഹരമായിട്ടാണ് ഇവർ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. ഇവരുടെ മറ്റ് ഇലക്ട്രോണിക്സിലോ മറ്റ് കാര്യങ്ങളിലോ ഉള്ള വൈവിധ്യമോ അതിനേക്കാളെല്ലാം ഏറ്റവും എന്നെ ആകർഷിച്ചത് ഇവരുടെ സമ്പത്തോ മറ്റ് കാര്യങ്ങളെക്കാളെല്ലാം ഉപരിയായിട്ട് ഇവരുടെ ഈ പ്രകൃതിയോടുള്ള ഇവരുടെ ആ ഒരു കരുതൽ, അത് എത്ര മനോഹരമാണ് എന്ന് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് ഈ 30 വർഷക്കാലം ഈ ജപ്പാനിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പ്രകൃതിയാണ് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും എന്നെ മാറോട് ചേർത്ത് നിർത്തിയത്. ഈ പ്രകൃതിയുടെ മനോഹാരിത അത് ഓരോ ദിവസവും കൺകുളിർക്ക് കാണുക എന്നത് തന്നെ ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.